സ്ത്രീകൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, അതായത് കല്ലറയിലേക്ക് പോകുന്നത് വരെ ഈ ഭൂമിയിൽ സേഫ് അല്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാലും കല്ലറയിലേക്ക് പോയതിന് ശേഷവും സേഫ് അല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന ഭീകരമെന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം പറയാവുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷൻ ലോകം. പാകിസ്ഥാനിലെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച റിയാസ് തൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കറാച്ചിയിലേക്ക് വരുന്നു. അതായത് എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിയാസ് കറാച്ചിയിലേക്ക് എത്തിയത്. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു തുക ചിലവാവുന്നത് വരെ റിയാസ് കറാച്ചിയിൽ പിടിച്ചു നിന്നു. ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കാതെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്, അതല്ലെങ്കിൽ ഒരു ദിവസം ഒരു ചായ മാത്രം കുടിച്ച്, അങ്ങനെ ഒരുപാട് പിടിച്ചു നിന്നു. നിരവധി ജോലികൾ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ റിയാസിന് ജോലിയൊന്നും തന്നെ ലഭിച്ചില്ല. ഒരുപാടൊക്കെ ജോലി അന്വേഷിച്ചിട്ടും ജോലി ലഭിക്കാത്തത് കൊണ്ട് തന്നെ റിയാസിന് വല്ലാത്തൊരു നിരാശയായി. അങ്ങനെ ഒരു ദിവസം റിയാസ് ബഷീർ എന്ന പേരിലൊരു സുഹൃത്തിനെ പരിചയപ്പെടുകയാണ്. റിയാസ് തനിക്ക് ജോലിയില്ല എന്നുള്ള റിയാസിൻ്റെ ആ ഒരു വിഷമം ബഷീറിനോട് പറഞ്ഞു. ബഷീർ ആണെങ്കിലോ ഇത് കേട്ടപാടെ ഞാൻ അന്വേഷിക്കാം, എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അന്വേഷിച്ച് നിനക്ക് നല്ലൊരു ജോലി കണ്ടെത്തി കൊടുക്കാമെന്ന് റിയാസിനെ വാക്ക് കൊടുക്കുകയും ചെയ്തു. റിയാസിന്റെ ഫ്രണ്ടായിട്ടുള്ള ബഷീർ ചെയ്യുന്ന ജോലി ഒരു ശ്മശാനത്തിലാണ്. ശ്മശാനത്തിലേക്ക് വരുന്ന ബോഡികളെല്ലാം തന്നെ, മരിച്ചു വരുന്ന ആളുകളുടെ ശരീരം എല്ലാം തന്നെ ഒരു വലിയ കുഴിയെടുത്ത് അതിലേക്ക് അടക്കം ചെയ്യുക. അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള പൂജകളും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുക. ഇതാണ് ബഷീർ ചെയ്യുന്നത്. ബഷീറിന് സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെ ആരും തന്നെ ഇല്ല. ശ്മശാനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട്ടിലാണ് ബഷീർ താമസിക്കുന്നതും തൻ്റെ ജോലികൾ തുടർന്ന് ചെയ്തു വരുന്നതും. തുടർന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ബഷീർ റിയാസിനോട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന ശ്മശാനത്തിൽ ഞാൻ തനിച്ചാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് വിരോധം ഇല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാം. കുറേ ദിവസങ്ങളായിട്ട് ജോലി അന്വേഷിച്ചും അടുത്ത റിയാസിന് ബഷീറിൻ്റെ ഈ വാക്കുകൾ വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ റിയാസ് ബഷീറിൻ്റെ കൂടെ ജോലിക്ക് ചേർന്നു. ശ്മശാനത്തിലേക്ക് വരുന്ന ബോഡികളെല്ലാം തന്നെ അവർ രണ്ടുപേരും ചേർന്ന് വലിയ കുഴിയെടുത്ത് അതിലേക്ക് ഇട്ട് മൂടി അവർ അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ചെയ്തു കൊടുത്തു. ബഷീർ താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെയാണ് റിയാസും താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയാസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ചില രാത്രികളിൽ ബഷീറിനെ ആ ഒരു വീട്ടിൽ കാണില്ല. തന്നോട് പറയാതെ ബഷീർ രാത്രി എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് റിയാസിന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം റിയാസ് ഇത്തരത്തിൽ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചിട്ട് കിടന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ബഷീർ പെട്ടെന്ന് കിടക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നും ശബ്ദമില്ലാതെ പതിയെ എഴുന്നേൽക്കുന്നത് റിയാസ് ശ്രദ്ധിക്കുന്നത്. ഇത്തരത്തിൽ എഴുന്നേറ്റ പാടെ ബഷീർ പതിയെ ആ ഒരു വീട്ടിന് വെളിയിലെത്തിയിട്ട് നേരെ പോയത് ആ ദിവസം ഒരു സ്ത്രീയുടെ ശരീരം കുഴിച്ചു മൂടിയ ആ ഒരു ഭാഗത്തേക്കാണ്, ആ ഒരു കുഴിക്കടുത്തേക്കാണ്. ആ ഒരു കുഴിക്കടുത്ത്, ആ ഒരു ശവക്കല്ലറയ്ക്കടുത്തെത്തിയ ബഷീർ പതിയെ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് ആ ഒരു ശവക്കല്ലറയുടെ മേൽഭാഗമെല്ലാം തന്നെ അടർത്തി മാറ്റുകയാണ്. അതിനുശേഷം ആ ഒരു ശവക്കല്ലറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ശവപ്പെട്ടിയുടെ മൂടി മാറ്റിയിട്ട് ഈ പറയുന്ന ബഷീർ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ കൂടെ കിടന്നിട്ട് അവൻ ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ റിയാസ് ദൂരെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. ബഷീർ എന്താണ് ചെയ്യുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ റിയാസ് താനിതൊന്നും കണ്ടിട്ടില്ല, താനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തോടു കൂടി ആ ഒരു വീട്ടിലേക്ക് തന്നെ പോയിട്ട് കിടന്നുറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. ബഷീർ ആണെങ്കിലോ ഈ പറയുന്ന ശരീരവുമായിട്ട് ഇത്തരത്തിൽ ബന്ധപ്പെട്ട ശേഷം ഈ പറയുന്ന കല്ലറയെല്ലാം തന്നെ പഴയ രീതിയിലാക്കി വെച്ചിട്ട് തിരികെ ആ വീട്ടിലേക്ക് വരികയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ റിയാസ് ബഷീറിനോട് ചോദിച്ചു, രാത്രിയിൽ നീ ഈ പറയുന്ന ആ ഒരു ശരീരവുമായിട്ട്, ആ ഒരു സ്ത്രീയുടെ ശരീരവുമായിട്ട് എന്താണ് ചെയ്തത്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ബഷീറിന് വല്ലാത്തൊരു ഞെട്ടലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ റിയാസിനോട് പറഞ്ഞത്, എനിക്ക് ഭാര്യയില്ല, എനിക്ക് സ്ത്രീകളുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സ്ത്രീകളുടെ ശരീരവുമായിട്ട് എല്ലാം തന്നെ ഞാൻ ഇത്തരത്തിൽ ബന്ധപ്പെടും, എന്തായാലും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻറ്റോടുകൂടി, വല്ലാത്തൊരു ധൈര്യത്തോടു കൂടിയാണ് അവൻ റിയാസിനോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ ഒരു കാര്യം കേട്ട പാടെ റിയാസ് ഈ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയല്ല ചെയ്തത്. ഇതിന് പകരമായിട്ട് റിയാസ് ബഷീറിനോട് പറഞ്ഞത്, എനിക്കും നീ ചെയ്യുന്നത് പോലെ ഈ പറയുന്ന ശരീരങ്ങളുമായിട്ട് ചെയ്യണമെന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു ശ്മശാനത്തേക്ക് വരുന്ന സ്ത്രീകളുടെ ശരീരത്തോടെല്ലാം തന്നെ ഇതുപോലെ ചെയ്യാനായി തുടങ്ങി. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ബോഡിയെ അടക്കം ചെയ്യുന്നത് 6 അടി നീളത്തിലൊരു കുഴിയെടുക്കും. അതിനുശേഷം ഒരു ശവപ്പെട്ടിക്കുള്ളിലായിട്ടാണ് ഈ പറയുന്ന ശരീരം വെക്കുക. അതിനുശേഷം ആ ഒരു ശവപ്പെട്ടിയുടെ മേലെ ഒരു ബോക്സ് വെച്ചിട്ട് അത് മൂടുകയും ചെയ്യും. ഈ പെട്ടിയോട് കൂടിയാണ് ആ ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത്.
ഇതിനുശേഷം അതിൻ്റെ മേലെ കല്ലെല്ലാം തന്നെ വെച്ചിട്ട് ഇവരുടെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. കുഴിച്ചു മൂടപ്പെട്ട ശവശരീരത്തിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ അവിടുന്ന് പോയ ശേഷം ഒരു ഈവനിങ്ങോടുകൂടി ആരും ആ ഒരു ഭാഗത്ത് ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവർ രണ്ടുപേരും വന്നിട്ട് ഈ പറയുന്ന കല്ലിൻ്റെ ഭാഗമെല്ലാം തന്നെ അവിടെ നിന്ന് പൊക്കി മാറ്റിയിട്ട് അതിനുള്ളിലെ ശവപ്പെട്ടിയുടെ ഡോറെല്ലാം തന്നെ അഴിച്ചു വെച്ചിട്ട് അതിനുള്ളിലെ ശരീരവുമായിട്ടാണ് ഇവർ ഇത്തരത്തിൽ ബന്ധപ്പെടുക. കുഴിക്കുള്ളിൽ ശവപ്പെട്ടി വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ശരീരത്തിൻ്റെ മേലെ മണ്ണൊന്നും തന്നെ വീഴില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവനില്ലാത്ത ആ ഒരു ശരീരത്തോട് അവർ രണ്ടുപേരും അവരുടെ കാമാസക്തി തീർക്കുക. അപ്പോൾ എത്രമാത്രം വികൃതമായിരിക്കും അത്, എന്തായിരിക്കും അവരുടെ മനസ്സിൻ്റെ ആ ഒരു മാനസികാവസ്ഥ. എന്തായാലും ഈ ഒരു പ്രവൃത്തി അവർ രണ്ടുപേരും കുറേ നാളുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ബഷീറിന് അസുഖം പിടിപെടുന്നു. ഇതുപോലുള്ള പ്രവൃത്തികൾ നിരന്തരമായിട്ട് ചെയ്തു വരുന്നത് കൊണ്ടാവാം ബഷീറിന് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ലാതെ കഞ്ചാവ്, ഡ്രിങ്ക്സ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ശീലങ്ങളും അയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു അസുഖത്തെ തുടർന്ന് അയാൾ മരിച്ചു പോവുകയാണ്. ബഷീർ മരിച്ച ശേഷം ആ ഒരു ശ്മശാനത്തിൽ റിയാസ് മാത്രമായി. ഇത്തരത്തിൽ തൻ്റെ കൂട്ടുകാരൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് മരിച്ചതെന്ന് അറിഞ്ഞിട്ടും റിയാസ് ഈ ഒരു പ്രവൃത്തി നിർത്തിയില്ല. വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഈ പറയുന്ന ശ്മശാനത്തേക്ക് ഒരു സ്ത്രീയുടെ ശരീരം വരികയാണ്. ആ സ്ത്രീയുടെ ശരീരത്തെ ശവപ്പെട്ടിക്കുള്ളിലാക്കിയിട്ട് ആ ഒരു ശവപ്പെട്ടിയോടുകൂടി ഈ പറയുന്ന കുഴിക്കകത്തേക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് ഈ പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കാരെല്ലാം അവിടെ നിന്ന് പോവുകയും ചെയ്തു. താൻ എപ്പോഴും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് റിയാസ് രാത്രി വരെ കാത്തിരുന്നു. അങ്ങനെ ഇരുട്ടായ സമയത്ത് ആരും അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം റിയാസ് ഈ പറയുന്ന കല്ലറയുടെ അരികിലേക്ക് ചെന്നു. ആ മുകളിലുള്ള കല്ലിൻ്റെ ഭാഗമെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് ആ ഒരു കുഴിക്കുള്ളിലേക്ക് ഇറങ്ങി. അതിനുശേഷം ഈ ശവപ്പെട്ടിയുടെ മൂടിയെല്ലാം തന്നെ എടുത്ത് വെളിയിലേക്ക് വെച്ചു. ഈ പറയുന്ന ശരീരത്തിൻ്റെ താഴ്ഭാഗത്തിലെ ഡ്രസ്സെല്ലാം തന്നെ മാറ്റിയിട്ട് ഈ പറയുന്ന പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് റിയാസ് പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയ സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ പല്ലെല്ലാം തന്നെ നന്നായി കാണുന്നുണ്ട്. അതുമാത്രമല്ലാതെ മുഖത്തിൻ്റെ കൺഭാഗം നന്നായിട്ട് തുറന്ന അവസ്ഥയിലാണ്. ഇത് കണ്ടപ്പോൾ റിയാസിന് വല്ലാത്തൊരു പേടിയായി. അതൊരു യക്ഷിയാണ്, അത് മറ്റെന്തോ പ്രേതമാണ് എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് ഇട്ടിരിക്കുന്ന ഉള്ളിലെ ആ ഒരു ഡ്രസ്സോടുകൂടി തന്നെ, മുണ്ടൊന്നും ഇല്ലാതെ ആ ഒരു ഡ്രസ്സോടുകൂടി തന്നെ റിയാസ് ആ ഒരു കുഴിയിൽ നിന്നും വെളിയിലേക്ക് എടുത്ത് ചാടിയിട്ട് നിലവിളിച്ചു കൊണ്ട് പേടിച്ച് ഓടുകയാണ് ചെയ്തത്. റിയാസ് ഇത്തരത്തിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ നിലവിളിച്ച് ഓടുന്നത് കണ്ട ആ ഒരു ശ്മശാനത്തിലെ സെക്യൂരിറ്റി റിയാസിനെ പിടിച്ചു നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് നീ ഇങ്ങനെ പേടിച്ചോടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച സമയത്ത് റിയാസിനൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. കാരണം യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടി വരും. റിയാസ് ഒന്നും പറയാൻ കഴിയാതെ വല്ലാത്തൊരു വെപ്രാളത്തിൽ, പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് സെക്യൂരിറ്റി അവനെ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് റിയാസിനോട് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. റിയാസിൻ്റെ നിലവിളിയും ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ നിലവിളിച്ചുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ ആ ഒരു ഭാഗത്ത് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് ഓടി വന്നു. അവരെല്ലാവരും ചേർന്ന് റിയാസിനോട് ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ തുടങ്ങുകയും ചെയ്തു. യഥാർത്ഥത്തിൽ റിയാസ് ഒരു അവസ്ഥയിലേക്കായി. എന്തായാലും അവരെല്ലാവരും റിയാസിനെയും കൂട്ടിയിട്ട് റിയാസ് ഓടി വന്ന ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയ സമയത്താണ് അവർ കാണുന്നത് ഈ പറയുന്ന കല്ലറയെല്ലാം തന്നെ പൊളിച്ച അവസ്ഥയിൽ, അതിൻ്റെ ഉള്ളിലെ ആ ഒരു ശരീരമെല്ലാം തന്നെ കാണുന്ന അവസ്ഥയിലും ഇവർ കണ്ടപ്പോൾ ഇവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി. കാരണം റിയാസിൻ്റെ ശരീരത്ത് വസ്ത്രങ്ങളും ഇല്ലല്ലോ. ആ ഒരു ശ്മശാനത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരന് മുമ്പേ ഇതിലൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം അടച്ചു വെച്ച ഈ പറയുന്ന കുഴി ഒരാൾ വീണ്ടും തോണ്ടി വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇതിങ്ങനെ പതിവായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ആരോടും ഇയാൾ ഒന്നും പറയാണ്ടിരുന്നത്. കുറച്ച് സമയം മുമ്പ് റിയാസ് എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയ അവിടെ ചുറ്റും കൂടിയ ആളുകളെല്ലാം തന്നെ റിയാസിനെ മർദ്ദിക്കാനായി തുടങ്ങി. അതുമാത്രമല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു. പോലീസുകാരും ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തി റിയാസിനെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. റിയാസിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. നീ എപ്പോൾ മുതലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തുടങ്ങിയത്, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്യുന്നത്, എന്താണ് നിൻ്റെ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. പോലീസിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒന്നും മറച്ചു വെക്കാനായിട്ട് റിയാസിന് കഴിയുമായിരുന്നില്ല. സോ റിയാസ് പോലീസിനോട് പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിത് ചെയ്തു വരുന്നുണ്ട് എന്ന്. ആദ്യമെല്ലാം തന്നെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ചില അസുഖങ്ങൾ കാരണം അവൻ മരിച്ചു പോയി. അതിനുശേഷം ഞാൻ ഈ പ്രവൃത്തി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവൻ പോലീസിനോട് സമ്മതിച്ചു. റിയാസ് പോലീസിനോട് തുറന്നു പറഞ്ഞ മറ്റൊരു കാര്യം 51 ശവശരീരങ്ങളുമായിട്ട് ഇത്തരത്തിൽ ഞാൻ ഈ പറയുന്ന ബന്ധപ്പെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ തുടർന്ന് റിയാസ് ചെയ്ത ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പോലീസുകാർ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. മാധ്യമപ്രവർത്തകർ അറിഞ്ഞ ശേഷം ഒരു കാട്ടുതീ പോലെയാണ്
ഈ ഒരു വാർത്ത വ്യാപിച്ചത്. തെളിവുകൾ സഹിതം പോലീസുകാർ റിയാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 17 വർഷ തടവാണ് കോടതി റിയാസിന് വിധിച്ചത്. റിയാസ് ചെയ്ത ഈ ഒരു പ്രവൃത്തി വലിയൊരു ന്യൂസായി മാറിയത് കൊണ്ട് തന്നെ ആ ഒരു ശ്മശാനത്തിൽ ഇത്തരത്തിൽ സ്ത്രീകളെ അടക്കം ചെയ്തവരെല്ലാവരും വല്ലാതെ വിഷമിക്കാനായി തുടങ്ങി. കാരണം ഈ പറയുന്ന ശരീരങ്ങൾക്കും ഈ ഒരു ഗതി വന്നിട്ടുണ്ടാവുമല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയ ശേഷം കറാച്ചിയിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടി മരിച്ചു. ആ ഒരു പെൺകുട്ടിയുടെ ബന്ധുക്കാർ ആ പെൺകുട്ടിയെ അടക്കം ചെയ്ത ശേഷം ആ ഒരു കല്ലറയ്ക്ക് മുകളിലായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഗേറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പൂട്ടൊക്കെ വെച്ച് അതിന് പൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂലേ. എന്തായാലും റിയാസ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ പറയുന്ന ശരീരത്തിൻ്റെ കണ്ണ് തുറന്നിട്ടുള്ളൊരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു, പല്ലിൻ്റെ ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞില്ലേ. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയില്ല. പക്ഷേ റിയാസ് ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ആ സമയത്തുള്ള ന്യൂസ് ചാനലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യമെല്ലാം തന്നെ സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരു സ്ത്രീ ജനിച്ചവിടെ നിന്നും കല്ലറയ്ക്കുള്ളിൽ എത്തിയാൽ പോലും അവർക്ക് സമാധാനം ഉണ്ടാവില്ല, അവർ സുരക്ഷിതരല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതും സ്ത്രീകളോടാണ്. നന്നായി മനസ്സിലാക്കുക, ഇതാണ് ലോകം. ആരെയും വിശ്വസിക്കാതിരിക്കുക. ഇതുപോലുള്ള മനുഷ്യന്മാരും നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരെയും നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് അടുപ്പിക്കുക. കാരണം എന്തൊക്കെ സ്വഭാവമാണ് കയ്യിലുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.